സ്പേസ് അൺഡോക്കിംഗ് വിജയകരം. ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്ത 2 ഉപഗ്രഹങ്ങളും വിജയകരമായി വേർപെടുത്തി. ISROയുടെ നേട്ടത്തെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള വലിയ ദൗത്യങ്ങൾക്ക് കരുത്തേകുന്നതാണ് പരീക്ഷണ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നുച്ചയോടെയാണ് സ്പേഡെക്സ് ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് യാഥാർത്ഥ്യമായത്. ജനുവരി 16 നടന്ന ഡോക്കിങ്ങിന് ശേഷം ഇരു ഉപഗ്രഹങ്ങളും ഭൂമിയെ ഒറ്റ ഉപഗ്രഹമായി വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പേഡെക്സ് ചേസർ ടാർഗറ്റിൽ നിന്ന് വീണ്ടും വേർപെട്ടു. ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളായി ഭൂമിയെ വലം വെച്ചിരുന്ന സ്പേഡെക്സ് 1-2 ഭാഗങ്ങൾ വിജയകരമായി ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത് ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ കാര്യക്ഷമതയുടെ തെളിവായിരുന്നു. സമാനമായ കാര്യക്ഷമത വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് നടന്ന അൺഡോക്കിംഗ് പരീക്ഷണത്തിലൂടെ. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറെ പ്രയോജനകരമാണ് അൺഡോക്കിംഗ് പരീക്ഷണം. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൽ നിർണായകമാണ് പരീക്ഷണം. പല ഘടകങ്ങളിലായി ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. സമാനമായി അവ അഴിച്ചുമാറ്റുകയും ചെയ്യും. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഭൂമിയിലേക്ക് ചന്ദ്രന്റെ സാമ്പിളുകൾ എത്തിക്കാനും ദൗത്യം വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ 2 ദൗത്യങ്ങളിലും ഏറെ നിർണായകമാണ് ഡോക്കിംഗ്, അൺഡോക്കിംഗ് പരീക്ഷണങ്ങൾ. അൺഡോക്കിംഗ് പരീക്ഷണം വിജയകരമാക്കിയ ശാസ്ത്രജ്ഞർക്ക് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. സയൻസ് ഡെസ്ക്, ജനം.